നമസ്കാരം, ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. ലൈംഗിക കുറ്റകൃത്യ കേസുകളിൽ പുതിയ നിർദ്ദേശവുമായി സുപ്രീം കോടതി. ഇത്തരം കേസുകൾ പരിഗണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ദേശീയ ജുഡീഷ്യൽ അക്കാദമി കമ്മിറ്റി റിപ്പോർട്ട് സുപ്രീം കോടതിയുടെയും എല്ലാ ഹൈക്കോടതിയുടെയും വെബ്സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യണമെന്നാണ് തീരുമാനം. ലൈംഗികാതിക്രമവുമായി ബന്ധപ്പെട്ട് 2025 മാർച്ചിലെ അലഹബാദ് ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. പെൺകുട്ടിയുടെ പെണ്ണിനെ നൂൽ വലിക്കുകയോ മാറിടത്തിൽ പിടിക്കുകയോ ചെയ്യുന്നത് ലൈംഗിക പീഡനമായി കണക്കാക്കാനാകില്ല എന്നായിരുന്നു അലഹബാദ് ഹൈക്കോടതിയുടെ വിധി. കേസിൽ പിന്നീട് സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തിരുന്നു. സ്ത്രീയുടെ വസ്ത്രമയക്കുകയും മാറിടത്തിൽ അമർത്തുകയും ചെയ്യുന്നത് ലൈംഗിക പീഡനമായി കണക്കാക്കാനാകില്ല എന്ന് പാട്ന ഹൈക്കോടതിയുടെ ജൂലൈ 9 വിധിയും സുപ്രീം കോടതി പുതിയ മാർഗനിർദ്ദേശത്തിനായി പരിഗണിച്ചു. കേസുകളിൽ ജഡ്ജിമാർ ഗവേഷണം നടത്തേണ്ടതുണ്ടെന്ന് പാട്ന ഹൈക്കോടതി ഉത്തരവിനെ ഉദ്ധരിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. ജീവനക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നും അദ്ദേഹം വിമർശിച്ചു. എല്ലാ കോടതികളും ഹാൻഡ്ബുക്കുകളിൽ അടങ്ങിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം. FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ കുറ്റപത്രം സമർപ്പിക്കുമ്പോഴും എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഹാൻഡ്ബുക്കുകളിലെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ സംസ്ഥാന സർക്കാരുകൾ ആവശ്യപ്പെടണം. ഇത് സംബന്ധിച്ച പുതിയ വിധിന്യായവും താമസിയാതെ അപ്ലോഡ് ചെയ്യുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി.